ചേച്ചി ഗുഡ് മോർണിംഗ്. ഇതാര്? മനോജോ? ആ ഇതെന്താ ഇവിടെ പതുങ്ങിയിരിക്കുന്നേ? ഞാൻ പതുങ്ങുന്നൊന്നുമല്ല, ഞാൻ പുറത്തേക്ക് നോക്കി നിന്നതാ. അവിടെ കാണാൻ നല്ല ഭംഗിയല്ലേ? എന്തൊരു മനോഹാരിത. വിദേശി കാണാറുണ്ടോ? മനസ്സിലായി. അല്ല, മനോജ് എപ്പോ വന്നു? രാത്രിയില്. അല്ലല്ല, രാവിലെ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല. ഓ ആണോ? മനോജിന്റെ വീട്ടിലെ എല്ലാവർക്കും സുഖമാണോ? എല്ലാരും വിദേശി പ്രത്യേക അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. ബിസിനസ് ഒക്കെ നിർത്തിയല്ലേ? അതൊക്കെ കഴിവുള്ളവരെ കൊണ്ടേ പറ്റൂ. കടം വാങ്ങി തുടങ്ങിയ പൈസ കൊണ്ട് കളയാന്നല്ലാതെ മനോജൊന്നും ബിസിനസ് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. വിദ്യച്ചി കൊണ്ടുവന്ന ചായ തണുത്തു പോയി കാണും. ചൂട് ചായ കുടിക്കാറാ പതിവ്. അമ്മ അങ്ങനെ പറഞ്ഞേക്കുന്നത്. ജിത്തേട്ടന് ഉറക്കായിരിക്കും അല്ലേ? ശരി, എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഞാൻ മനോജിന് ചായ എടുത്തിട്ട് വരാം. നന്ദിയുണ്ടേ. പിന്നെ എന്നെ ഇവിടെ കണ്ട കാര്യം ആ കുറുപ്പച്ചനോട് പറയാൻ നിക്കണ്ട. ഞാനെങ്ങനെ ചെയ്യൂ? ഞാനിപ്പോ ചായ എടുത്തോണ്ട് വരാം. മാറടി അങ്ങോട്ട്. ബോംബുകൾ പൊട്ടിത്തുടങ്ങി. ഇനിയാണ് പൂരം. എന്തായാലും പോയി കാണാം. നീ എന്തിനാണോ അവിടുന്ന് പിണങ്ങി വന്നത്, അതിന് പരിഹാരം കണ്ടിട്ടേ മനോജ് ഇവിടുന്ന് മടങ്ങുന്നുള്ളൂ. ഇത് സത്യം സത്യം സത്യം. ഒരു കാമദേവൻ, കടം വാങ്ങുന്ന കാമദേവൻ. വിദ്യയെടുത്ത് ചതിച്ചു എന്ന് തോന്നുന്നു. മനോജ്, എനിക്ക് പേടിയാവുന്നതാ. നീ രാത്രി മറ്റൊരുത്തനെ റൂമിൽ വിളിച്ച് കയറ്റിയതൊന്നും അല്ല. ഞാൻ നിന്റെ ഭർത്താവാണെന്ന് നിനക്കറിയില്ലേ? മനോജ്, എന്തും നേരിടാനുള്ള കരുത്ത് നിനക്ക് വേണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്റെ പുറകെ തന്നെ നിന്നോളാം. പേടിക്കൊന്നും വേണ്ട, ഞാൻ പുറകെ തന്നെയുണ്ട്. ഞാൻ വരണോ? ഹരിതേ, 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 ഹരിതേ. നീ ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിൽ കയറിയത്? എടാ, ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ എന്റെ വീട്ടിൽ വന്നതെന്ന്? അത് ഞാൻ മിണ്ടിപ്പോകരുത്. നിനക്ക് പണ്ടേ ഞാൻ ഓങ്ങി വെച്ചതാ. ഞാൻ വന്നത് എന്റെ ഭാര്യയെ കാണാനാ. ഒരു ഭാര്യയും ഭർത്താവും. മനോജിന് ഒരുപാട് വിഷമായി. പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഒന്നും
സംഭവിച്ചിട്ടില്ല എന്ന് കരുതി എല്ലാം മറന്നേക്കാം. എല്ലാം മറക്കണോ അല്ലേ? എന്താ ഞാൻ മറക്കേണ്ടത്? എന്റെ കുഞ്ഞിനെ കൊന്നതോ? അതെ, നിങ്ങൾ ഒറ്റൊരുത്തി കാരണോ ഞാൻ ഈ അവസ്ഥയിലായത്? വിഷം തന്ന എന്റെ കുഞ്ഞിനെ കൊന്നപ്പോ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ മോളെ, നീ എന്നെ വിശ്വസിക്കണം. നിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ നോക്കിയിട്ടില്ല. അത് മനോജിന്റെ കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനോട് ഞാൻ നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? ഉണ്ട്. ഡോക്ടർ അടക്കം പറഞ്ഞു നിങ്ങൾ തന്ന മരുന്ന് കഴിച്ചിട്ട് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന്. എന്റെ കുഞ്ഞിനെ കൊന്ന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കാത്തത് എന്താണെന്ന് അറിയോ? ജോലിയും കൂലിയും ഇല്ലാത്തവരാണെങ്കിലും എന്റെ മനോജിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. അവനെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് മോളെ, ആ മരുന്ന് മതി. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഒന്ന് പോ.